ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കാർ ഡീലർഷിപ്പ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ചെറിയൊരു വീഡിയോ ആയിരിക്കും. മെയിനായിട്ട് ഈ ഒരു ഇതിൽ ഞാൻ ചെറിയ ഒരു സംഭവം കണ്ടുപിടിച്ച്, അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് കാണുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എൻ്റെ ക്യാഷ് ശ്രദ്ധിച്ച് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല എമൗണ്ടും ക്യാഷും കാലം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാറ് സെയിലിന് ഇട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കാറ് നമുക്ക് പെയിൻറ്റ് ചെയ്യണം. ഓക്കെ, പെയിൻറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്കാവുള്ളൂ ഗൈസ്. ഓക്കെ, ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല, അത് ഗെയിമിൻ്റെ അകത്തുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ ചെറിയൊരു അപ്ഡേറ്റും പാടി നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും പാടി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കാറ് നമുക്കിവിടെ കൊടുന്നു. അത് കുറച്ചും പാടി കയറാണ്ട് വേറെ അത് എടുക്കില്ല, കാർ അവിടെ ഇല്ലയെന്ന് അറിയാം. ഓക്കെ, കുറച്ചും പാടി മുമ്പിലോട്ട് കയറ്റിയിട്ട് കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതാ ഇതിൻ്റെ കളറൊന്ന് മാറ്റാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ബ്ലൂ കളറും കാലൊക്കെ ഇതിന് അടിച്ചേക്കാം. നൈസായിട്ട് ബ്ലൂ കളറും കാലൊക്കെ അടിച്ചിട്ടുണ്ട്. 3000 നമുക്ക് എമൗണ്ട് വന്നിട്ടുള്ളത്. എനിക്ക് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അത്യാവശ്യം നമ്മുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വലിയ സീനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു കാർ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഷോറൂമിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടാണ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഗൈസ്, ബൈ ദ വൈ, ഞാൻ ഇതിൻ്റെ ഡ്രൈവിംഗ് സ്കില്ലും കാലൊക്കെ ഞാൻ പഠിച്ചു ഗൈസ്. ഓക്കെ, ഇപ്പോൾ നല്ല പ്രോ ഡ്രൈവറാണ് ഗൈസ് ഞാൻ ഇതിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇത് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് നിർത്തിയാൽ നിങ്ങൾക്ക് മുകളിൽ നമ്മുടെ ടാബ് മെനു ഉണ്ട്. അപ്പോൾ ടാബ് മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിലുള്ളൊരു സംഭവം തന്നെയാണ് ഇത്. ഞാൻ സൈഡിലോട്ടൊന്ന് പാർക്ക് ചെയ്യട്ടത് ആദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാമറ ഫോൺ മാറ്റണോ? ഇല്ല, വേണ്ട, ഞാൻ പ്രോ ഡ്രൈവർ. ഓക്കെ, ഇവിടെ നിർത്തിയിട്ട് ഇനി കാറിൽ നിന്ന് ഇറങ്ങാം. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കിപ്പോൾ മുകളിൽ കാണിക്കുന്നുണ്ടല്ലോ നമ്മളെ ക്യാഷ് ഓൺ ബോണ്ടിൻ്റെ താഴെ കുറേ ഓപ്ഷൻസ്. അതിലെനിക്ക് റെഡ് ഡോട്ട് വന്ന 2 ഓപ്ഷൻസ് ഉണ്ടാവും. ആദ്യത്തെ ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ക്യാഷ് കിട്ടാനുള്ള മെയിൻ റീസണും കാറിലേക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു കാറിൻ്റെ ഒരു പിക്ക് നമുക്ക് എടുത്തുകൊണ്ട് ഞാൻ ഒന്ന് സെയിലിന് ഇടട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമേഴ്സിലാണെങ്കിൽ നമുക്ക് ഈ ഒരു കാർ സെയിൽ ചെയ്യാമല്ലോ, അങ്ങനെ ബിസിനസ് മൈൻഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാറും കാലൊക്കെ സെയിലിനിടാം. കാർ ഫോർ സെയിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ നമുക്ക് ഇതിൻ്റെ ഫോട്ടോ ഒന്ന് ചേഞ്ച് ചെയ്യണ്ടേ. ഓക്കെ, ഫോട്ടോ ചേഞ്ച് ചെയ്യണം. ഫോട്ടോ ചേഞ്ച് ചെയ്തിട്ട് നമുക്കിതാ നമ്മുടെ നമുക്ക് സെയിലിനിടാം. ഓക്കെ, നമ്മൾ പുതിയ എടുത്ത ഫോട്ടോ ബ്ലൂ കളറിൽ. ഓക്കെ, അത് സെയിലിനിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി സെയിലിൽ കാണുന്ന ഓപ്ഷനിൽ എനിക്കൊരു ടിക്ക് വരുന്നുണ്ടല്ലോ, ഗ്രീൻ ടിക്ക് വരുന്ന ഓപ്ഷൻ. അതിലാണ് കേസ് നമുക്ക് ഞാൻ ഇപ്പോൾ 3 കംപ്ലീറ്റ് ചെയ്ത് 4മത്തെയാണ് 2 കാറിന് കളർ അടിക്കേണ്ടത്. ഒരു കാറിന് ഓൾറെഡി കളർ അടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 2ാമത്തെ കാറാണ്. അപ്പോൾ ഇതിന് എന്തായാലും നമുക്ക് ഗെറ്റ് റിവാർഡ് നമുക്ക് എന്തായാലും ഗെറ്റ് റിവാർഡ് നെക്കിയിട്ട് നമുക്ക് ഈ ഒരു ക്ലൈം റിവാർഡ് ഉണ്ട് താഴെ. അപ്പോൾ അതും പാടി നമുക്ക് ക്ലൈം ചെയ്യണമെങ്കിൽ നമുക്ക് റിവാർഡും കാലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നേരെ ഡയറക്റ്റ് നമുക്ക് കണ്ട് ക്ലൈം ചെയ്തേക്കാം. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല കേസ് ഇവിടെ. ഇനി ഇവിടെ വേറെ 2 ഓപ്ഷൻസും പാടി ഉണ്ട്. 1 ഡ്രാഗ് റേസ് എന്നുണ്ട്, പക്ഷേ അത് നമുക്ക് നടക്കില്ല. ഡ്രാഗ് റേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളി വെഹിക്കിളും കാലൊക്കെയാണ്, പക്ഷേ അതുവരെ നമുക്ക് സെറ്റായില്ല. പിന്നെ ഡ്രിഫ്റ്റിൻ്റെ ഉണ്ട്, അത് നമുക്ക് സെറ്റാവാൻ തോന്നുന്നില്ല. എന്തായാലും ഇത് ലിമിറ്റഡ് ടാസ്ക് അല്ല, ഡെയിലി ഒരു മെഷീൻസും കാലൊക്കെ ഒരു ഡെയിലി മെഷീൻസാണ്. അപ്പോൾ ഇത് ഡെയിലി മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും 5 hours ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ബൈ ദ വേ നമ്മൾ വന്നൊരു വേറെ ഇതാണ്, നമ്മുടെ അപ്പാപ്പനെ നമ്മുടെ ഷോപ്പിൽ ഒരു ജോബും കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിന് നെയിം ഇട്ടിട്ടുണ്ട്, കിയർ മോട്ടോഴ്സ് തന്നെയാണ് നമ്മൾ നെയിമും കാലൊക്കെ ഇട്ടിട്ടുള്ളത്. ബട്ട് നമ്മുടെ കഴിഞ്ഞ ഷോറൂമിനെക്കാട്ടും ഈ ഷോറൂം കുറച്ച് മോശമാണെങ്കിലും നമുക്ക് എന്തായാലും ആ ഒരു കഴിഞ്ഞ ഷോറൂമിനെക്കാട്ടും അടിപൊളി ഷോറൂമായിട്ട് ഇത് മാറ്റിയെടുക്കണം. നമുക്ക് ഫ്യൂച്ചർ വർക്കാണ്, നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു സംഭവമാണ് ഞാൻ മെയിനായിട്ട് അപ്ഡേറ്റ് ആക്കാൻ നിന്നായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ നല്ല ഷോർട്ടാകാണ്ട വിചാരിച്ചാൽ നമുക്ക് ഇനി 2 കാറും പടി പോയി വാങ്ങാം കഴിച്ചു. ഇപ്പം നമ്മുടെ കയ്യിൽ 1 lakh ഉണ്ടല്ലോ, നമ്മൾ റിച്ചായി കഴിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു 2 കാറും പാടി നമുക്ക് വാങ്ങിച്ചിട്ട് അത് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ഒരു സ്കില്ലും പാടി നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. അത് ഞാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചു തരാൻ നോക്കാം. പക്ഷേ അത് ക്ലൈം ആയിക്കണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്കില്ലിൽ ഞാൻ പുതിയൊരു സ്കില്ല് അൺലോക്ക് ആക്കിയായിരുന്നു. നമ്മുടെ കാറ് വാഷ് ചെയ്യുന്ന ഒരു സ്കില്ല് ഞാൻ അൺലോക്ക് ആക്കിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാർഗിൻ ചെയ്യേണ്ട ഒരു സ്കില്ല് ഞാൻ അൺലോക്ക് ആക്കിയായിരുന്നു. അപ്പോൾ ഇത് 2 കിട്ടുമെന്ന് എനിക്കറിയാം, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മൾ നൈബർഹുഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ കാറും കാലൊക്കെ നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു കാറും കാലൊക്കെ കേട്ടോ, നമുക്ക് ഡയറക്റ്റ് ഈ ഒരു കാറും കാലാണ്ട് വാങ്ങിച്ചേക്കാം. ഓക്കെ, ബാർഗിൻ സ്കില്ലും കാലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇല്ല ഗൈസ്, ഓപ്പൺ ആയിട്ടില്ല. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് അത് സെറ്റാക്കാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കാർ ഇവിടെ വാങ്ങിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇനി ഇതുകൊണ്ട് നമുക്ക് നേരെ ഇനി നമ്മുടെ ഷോറൂമിലോട്ട് പോകണം. ഞാൻ എന്തായാലും ഇത് പ്രോ ഡ്രൈവറായ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലാണ് കേസൊക്കെ. എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് കാണാൻ ഓക്കെ. പക്ഷേ ഞാൻ ഇതിലെ റോഡുകളൊന്നും ഇപ്പോഴും ഫുള്ള് പഠിച്ചിട്ടില്ല കേട്ടോ. കണ്ട ഡ്രിഫ്റ്റ് അത് ഡ്രിഫ്റ്റാണ് കേസ്, ഡ്രിഫ്റ്റാണ്. അതിൽ എൻ്റെ കയ്യിൽ നിന്ന് പാളിയതൊന്നുമല്ല, അതെനിക്ക് തോന്നിയത്. ഓക്കെ, എൻ്റെ ഡ്രിഫ്റ്റാണ്. അതൊക്കെ എൻ്റെ സ്കില്ലിൻ്റെ ഭാഗമാണ്. അത് റോഡ് മോശമായിട്ടാണ്. ഏതൊരു വണ്ടീൻ്റെ പെട്രോൾ ടാങ്ക് ലീക്കാണ് കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ കൺട്രോൾ കിട്ടുന്നില്ലല്ലോ കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നേരെ ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷോറൂമിൽ ഇതുമ്പാടെ നമുക്ക് സെയിലുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൂ ആയിട്ടുള്ള മറ്റേ നമ്മുടെ പെയിൻ്റ് അടിച്ച് അത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പുതിയൊരു കാർ നമ്മളിവിടെ കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പിക്കുംപാടി എടുത്തിട്ട് ഇതുമ്പാടി നമ്മളിനി ഇത് ചെയ്യാൻ പോവാണ്, നമ്മളെ സെയിലിടാൻ പോവാണ്. പിന്നെ ബൈ ദ ബൈ നിങ്ങൾ വിചാരിക്കുക നമ്മുടെ കാറ് നമ്മളെന്താ മോഡിഫിക്കേഷൻ ചെയ്യാത്തും റിപ്പയർ ചെയ്യാത്തും. അതായത് കൈസ് നമുക്ക് അതിപ്പോൾ സെറ്റ് ചെയ്യാൻ നമുക്ക് എന്താ പറയുക, അതിന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ എക്സ്പെൻസ് നമുക്ക് സെയിലിൻ്റെ പെടാൻ പറ്റില്ല. കാരണം അതിന് നമുക്ക് പുതിയൊരു സ്കില്ലും കാലൊക്കെ അൺലോക്ക് കാണും. സ്കില്ല് ഒരു 3ാമത്തെ സ്കില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്കില്ലിൽ നമുക്ക് ഈ ഒരു ലോ റേറ്റിന് നമുക്ക് വെഹിക്കിൾസ് വാങ്ങിയിട്ട് ഹൈ റേറ്റിന് വിൽക്കാൻ പറ്റും. അതായത് നമ്മുടെ ഷോപ്പ് കുറച്ചും കൂടി പോപ്പുലർ ആയാലും നമുക്ക് ആ ഒരു സംഭവം കാലക്കൂടെ സെറ്റായി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു വെഹിക്കിളായിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നേരെ കൊണ്ടുവരുന്നു. അത് ഞാൻ സെയിൽ ചെയ്യുന്നു. ചെറിയൊരു റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ, അതിന് ഞാൻ സെല് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തു തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വെഹിക്കിൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് 10 XP കിട്ടും. അതുപോലെ നമ്മളിത് സെല് ചെയ്യുമ്പോൾ 10 XP കിട്ടും. നമ്മുടെ സ്കിൽ ട്രീയിൽ ഒന്ന് നോക്കി എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോഴല്ലേ അൺലോക്ക് ആക്കിയ ബാർഗിങ്ങിന്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നാൽ ഇനി 100 XP ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്തത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ ഒരു ബാർഗിങ്ങിൻ്റെ സംഭവത്തിൽ തന്നെ. അതായത് നമ്മൾ ഡീലർഷിപ്പും കാറിലൊക്കെ ഈ ഒരു സംഭവത്തിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇതിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സംഭവങ്ങളുണ്ട്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് സ്കിൽ ട്രീയിലും കാറിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗെയിം മുമ്പോട്ട് പോകുന്നതോടെ നമുക്ക് അതൊക്കെ സെറ്റാക്കാം. ഓക്കെ, ഇവരത് കാറിൻ്റെ ഉള്ളിലൂടെ ഒക്കെ നടന്നു പോകുന്നു. ആരിടാ? ഓക്കെ, ഇവൻ 30K നമ്മളിത് എത്രയും ഇട്ടായിരുന്നേ, ഞാൻ മറന്നുപോയി. സെയിം പ്രൈസാണ്. നമ്മൾ 13 എനിക്കറിയില്ല, ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് നേരെ ഇത് സെല്ല് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, സെല്ല് വേറെ എന്തൊക്കെയാണ് നമുക്ക് ഇനി ബാർഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സൈഡിൽ കാണാം ബാർഗിൻ എന്നുള്ള ഇപ്പോൾ കളറിൽ വന്നല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ബാർഗിൻ ചെയ്യാം. പക്ഷേ നമ്മൾ ഇട്ട റേറ്റ് കഴിച്ച് നമ്മൾ അതിൽ കൂട്ടി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു കാർ നമുക്ക് ഇനി ഫോട്ടോ എടുത്താണ്ട് ഇത് എമ്പാടി നമുക്ക് സെയിലിനിടാം. അതുമ്പാടി ഞാൻ സെയിലിനിട്ടിട്ട് ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ആക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു അടിപൊളിക്കുള്ള ഓപ്ഷനും പാട് ഇതിൽ ഉണ്ട് കേട്ടോ. അത് ഞാൻ എനിക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ അവസാനം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോൻ്റെ അവസാനം നമുക്ക് ആ സംഭവം അൺലോക്ക് ആക്കിയിടണം. ആ വീഡിയോ ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിലായിരിക്കും. അതെന്തിനാണ് ഞാൻ വാങ്ങിയതെന്നും അതിൻ്റെ ഉപകാരം എന്താണെന്ന് ഞാൻ അടുത്ത എപ്പിസോഡിലും പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനിത് ആ ഒരു സംഭവം സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സെയിലിനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്ലോട്ടും കാലൊക്കെ വേഗം പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്ലോട്ട് എന്തിനാണെന്നും ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിലും കാലം എനിക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത നല്ല എപ്പിസോഡുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.